നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്കൃതി പേരാമ്പ്രയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണം ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാമായണവുമായി ബന്ധപ്പെട്ട് നിരവധി മത്സര പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സംസ്കൃതി പേരാമ്പ്രയുടെ നേതൃത്വത്തിൽ ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെ രാമായണ മാസാചരണം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംയുക്തമായി ഒരു പരീക്ഷണം നടത്തി രാമായണത്തെ ആസ്പദമാക്കി വലിയൊരു ചിത്ര പ്രദർശനം നടത്തിയാലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു അന്ന് ഞങ്ങൾക്കുണ്ടായത്. അത്ഭുതമെന്ന് പറയട്ടെ, 60-70ഓളം കുട്ടികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും വളരെ വൈവിധ്യമാർന്ന പുസ്തകങ്ങൾ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള രാമായണത്തിൽ നമ്മൾക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത പദമുഹൂർത്തങ്ങളും പകർത്തുവാൻ ആ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നത് വലിയൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം ഞങ്ങൾ അന്ന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആദ്യം തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, അന്ന് പങ്കെടുത്ത കുട്ടികളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അത് പരസ്യം ചെയ്തു. ഇപ്പോൾ ഇന്നലത്തെ ഇത് വെച്ചിട്ട് 70ഓളം കുട്ടികൾ ആ ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അപ്പോൾ അത്രയും വലിയൊരു പരിപാടിയായി അത് മാറ്റണം. അതിനുള്ള എല്ലാ സഹകരണവും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആ ഒരു പരസ്യവും നമ്മളെല്ലാവർക്കും എത്തിക്കണം. ജൂലൈ 21 മുതൽ 26 വരെ ജ്യോതിർഗമയ ചിത്രായനം, ചിത്രരചനാ മത്സരം, LP UP ഹൈസ്കൂൾ, അശ്വമേധം പ്രശ്നോത്തരി, രാമായണ പ്രസംഗ മത്സരം, വാത്മീകം, രാമായണ പാരായണ മത്സരം, ഭക്തിഗാന മത്സരം, ഷീബ ബഹൻജിയുടെ അനുഗ്രഹ പ്രഭാഷണം ദയ ഓഡിറ്റോറിയത്തിലും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂലൈ 21 2 മണിക്കാണ് ചിത്രായനം എന്നാണ് ആ പരിപാടിയുടെ പേര്. LP UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഒപ്പം LKG UKG കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടി ഇത് ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത് നടക്കുന്ന മത്സരം ജൂലൈ 28 2 മണിക്ക് തന്നെ ഉച്ചയ്ക്ക് ശേഷം അശ്വമേധം പ്രശ്നോത്തരിയാണ്. LP UP ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രാമായണ പ്രശ്നോത്തരി. പിന്നെ നടക്കുന്നത് അതേ ദിവസം തന്നെ 3 മണിക്ക് ജൂലൈ 28 രാമായണ സബരിയ എന്ന പരിപാടിയാണ്. രാമായണ പ്രസംഗ മത്സരമാണ് ഉദ്ദേശിക്കുന്നത്. അതും LP UP ഹൈസ്കൂൾ വിഭാഗങ്ങൾ. പിന്നെ വാത്മീകം എന്നൊരു പുതിയ പരിപാടി. വാത്മീകം എന്ന് പറഞ്ഞാൽ രാമായണത്തിലുള്ള കഥാപാത്രങ്ങളെ എത്രമാത്രം നമ്മളുടെ കുട്ടികളിൽ രാമായണത്തിലുള്ള കഥാപാത്രങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി രാമായണത്തിലുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്താൻ, ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്ന കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ മത്സരം അതുകൂടി ഈ വർഷം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഭക്തി ഗാന മത്സരമാണ്, നാദാർച്ചന. അത് വനിതകൾക്ക് വേണ്ടിയുള്ളതാണ്, കുട്ടികൾക്കല്ല. മുതിർന്ന വനിതകൾക്ക് വേണ്ടി ഒരു ഭക്തി ഗാനാലാപന മത്സരം. അത് 29 ദയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതേ ദിവസം തന്നെ രാമായണ പാരായണ മത്സരം, കുട്ടികളുടെ രാമായണ പാരായണ മത്സരം ജൂലൈ 28 നടക്കുന്നുണ്ട്. അതിനു പുറമെ 29 വനിതകളുടെ രാമായണ പാരായണ മത്സരം. അതിവിടെ കലാക്ഷേത്രയിൽ പഠിക്കുന്ന ഒരുപാട് വനിതകൾ. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.